സാഹചര്യത്തിൽ പ്രതിഷേധം ഇരമ്പുകയാണ്. KPCC ഓഫീസിലേക്ക് BJP മാർച്ച് ആരംഭിച്ചിട്ടുണ്ട്. മാനവീയം വീഥിയിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചിരിക്കുന്നത്. BJP സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ, കഴക്കൂട്ടം MLA V മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ആനന്ദ കുറച്ച് ബാക്കിറങ്ങ ആനന്ദ MS വീണയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വീണ, അതിശക്തമായ പ്രതിഷേധമാണ് വിഷയത്തിൽ ഇരമ്പുന്നത്. BJPയുടെ KPCC ഓഫീസ് മാർച്ച് ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങൾ BJPയുടെ മാർച്ച് ആരംഭിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് ആസ്ഥാനമായ KPCCയിലേക്കാണ് മാർച്ചിന്. അതിശക്തമായ പ്രതിഷേധം തന്നെയാണ് BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഭാരതത്തിൽ അരാജകത്വം സൃഷ്ടിക്കുന്നതിനെതിരെ, കലാപ നീക്കത്തിനെതിരെ, കോൺഗ്രസ് നടത്തിയ കലാപ നീക്കത്തിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം തന്നെയാണ് തലസ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ മേയർ അടക്കമുള്ളവരുണ്ട്, MLA മാരടക്കം, V മുരളീധരൻ അടക്കമുള്ളവർ, MLA മാരടക്കം ഉൾപ്പെടുന്ന സംസ്ഥാനത്ത് മുതിർന്ന നേതാക്കൾ അടക്കം പങ്കെടുക്കുന്ന മാർച്ചാണ് ഇപ്പോൾ തലസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നത്. മാനവീയം വീഥിയിൽ നിന്ന് ആരംഭിച്ച ഈ ഒരു മാർച്ചിൽ നിരവധി BJP പ്രവർത്തകരും അണിനിരന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ തനിനിറത്തിന് ഭാരതം മാപ്പ് നൽകില്ല എന്നുള്ള പ്ലക്കാർഡുകളടക്കം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള മാർച്ചാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. രാഹുലിന്റെ തനിനിറം അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ അരാജകത്വം സൃഷ്ടിക്കുവാനുള്ള നീക്കത്തിനെതിരെ അത് ഭാരതത്തിൽ അത് വിലപ്പോകില്ല. തനിനിറം തിരിച്ചറിഞ്ഞതോടുകൂടി, രാഹുലിന്റെയും കൂട്ടരുടെയും തനിനിറം തിരിച്ചറിഞ്ഞതോടുകൂടി ശക്തമായിട്ടുള്ളൊരു മറുപടി ലഭിക്കുമെന്നുള്ളൊരു വാക്കുകൾ ഉയർത്തിയുള്ളൊരു പ്രതിഷേധം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് നേരെ നടത്തിയ ഈ ഒരു പ്രതിഷേധം അത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് തന്നെയാണ് BJP പറയുന്നത് എന്നുള്ളതാണ്. കൗൺസിലർമാർ അടക്കമുള്ളവരുണ്ട്, പ്രവർത്തകരടക്കം, നിരവധി BJP പ്രവർത്തകരടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് BJPയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ KPCC ആസ്ഥാനമാക്കി ലക്ഷ്യമാക്കി ഈ മാർച്ച് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള നീക്കത്തിനെതിരെ, അതായത് പ്രതിഷേധങ്ങൾക്കോ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ നടത്തുന്നതിനോ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുന്നതിനോ അത്തരത്തിലുള്ളൊരു തരംതിരിവോ വേർതിരിവോ ഒന്നും തന്നെ ഭാരതത്തില്ല എന്നുള്ളതാണ്. അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ പോലും പക്ഷേ അത് അതിരുകടക്കുമ്പോൾ അത് സാമൂഹ്യ അവസ്ഥയെ പോലും തകർക്കുന്ന രീതിയിൽ വെല്ലുവിളിക്കുന്ന തരത്തിൽ നടത്തുന്ന ഇത്തരത്തിലുള്ള മാർച്ചുകൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. ആ ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് BJPയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മാർച്ച് ആരംഭിച്ചത് KPCC ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. പ്രതിഷേധങ്ങളെ അല്ലെങ്കിൽ അതിനെ രാഷ്ട്രീയ ലക്ഷ്യത്തിൻ്റെ പേരിൽ ഇത്തരത്തിൽ കലാപ ആഹ്വാനം നടത്തി അരാജകത്വം സൃഷ്ടിക്കുന്ന നീക്കങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. തെറ്റായ സന്ദേശം നൽകുന്ന ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസ് നടത്തിയ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കെതിരെയുള്ള കനത്ത തിരിച്ചടിയാണ് അല്ലെങ്കിൽ കനത്ത പ്രതിഷേധം തന്നെയാണ് BJPയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു മാർച്ച് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പ്ലക്കാർഡുകൾ ഉയർത്തി നിരവധി വനിതാ പ്രവർത്തകരും ഈ ഒരു മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് തലസ്ഥാന നഗരത്തിന്റെ ഹൃദയഭാഗങ്ങളിൽ കൂടി ഈ ഒരു മാർച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കോൺഗ്രസ് നടത്തിയ അക്രമം അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ആ ഒരു പ്ലക്കാർഡുകളിലും ഒപ്പം തന്നെ ബാനറുകളിലുമൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു മാർച്ചിൽ പങ്കെടുക്കുന്നതിനായി നിരവധി പേരാണ്, വനിതകളും അതുപോലെ തന്നെ മുതിർന്ന പ്രവർത്തകരും അടക്കമുള്ള നിരവധി പേരാണ് തിരുവനന്തപുരത്തേക്ക് എത്തിയത്. അക്ഷരാർത്ഥത്തിൽ ഒരു പ്രതിഷേധ കടൽ തലസ്ഥാനത്ത് ഇരമ്പുന്നതായി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. MLA മാർ, മുതിർന്ന നേതാക്കന്മാർ അടക്കമുള്ളവർ ഈ ഒരു മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. KPCC ആസ്ഥാനത്തേക്കാണ് ഈ ഒരു മാർച്ച് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തെറ്റായ സന്ദേശം നൽകി അല്ലെങ്കിൽ ചിലരുടെ ഗൂഢ ലക്ഷ്യങ്ങൾക്ക്, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള താല്പര്യങ്ങൾക്ക് കുടപിടിക്കുന്ന പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങൾ, പ്രതിപക്ഷത്തിന്റെ നടപടികൾ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്, അത് വച്ചു പൊറുപ്പിക്കില്ല ഈ രാജ്യത്ത് എന്ന് തന്നെയാണ് ഈ പ്ലക്കാർഡുകളിലെ വാചകങ്ങളിലൂടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കോൺഗ്രസ് നടത്തുന്ന ആക്രമണത്തോട് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അരാജകത്വം സൃഷ്ടിക്കുന്നതിനുള്ള പ്രതിഷേധങ്ങൾക്കെതിരെയാണ് ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കോലമടക്കം നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ കോലമടക്കം
കോലം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ ഒരു മാർച്ച് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രവർത്തകരടക്കം നിരവധി പേർ ഈ ഒരു മാർച്ചിൽ പങ്കാളികളാകുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സംസ്ഥാന അധ്യക്ഷനടക്കമുള്ളവർ ഈ ഒരു മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു കോലം കത്തിക്കുന്നതിലേക്ക് ആണ് അടുത്തതായി നീങ്ങുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് ആ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. രാഹുൽ ഗാന്ധിയുടെ കോലം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തെ അപമാനിക്കുന്ന കോൺഗ്രസിന്റെ പ്രവണതകൾ, കോൺഗ്രസിന്റെ നീക്കങ്ങൾ അത് അവസാനിപ്പിക്കുക, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഉറക്കെ BJP ഒരു പ്രതിഷേധത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നതും. കോലം കത്തിക്കുന്ന കോലം മുന്നോട്ടേക്ക് എടുത്ത് രാഹുൽ ഗാന്ധിയുടെ കോലം മുന്നോട്ടേക്ക് എടുത്ത് നീങ്ങുന്ന ആ BJP പ്രവർത്തകരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജനാധിപത്യ വ്യവസ്ഥിതിയെ അപമാനിക്കൽ ഇത് കോൺഗ്രസിന്റെ തനി നിറമാണ്. ആ വ്യവസ്ഥയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് അരാജകത്വം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഉറച്ച സ്വരത്തിൽ തന്നെയാണ് പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് BJP ഈ ഒരു മാർച്ച് KPCC ആസ്ഥാനം ലക്ഷ്യമാക്കിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ഒപ്പം തന്നെ മേയർ VV രാജേഷ്, ഡെപ്യൂട്ടി മേയർ ആശാജി, അതുപോലെ തന്നെ നിരവധി മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ ഈ ഒരു മാർച്ചിന്റെ ഭാഗമാകുന്നുണ്ട് എന്നുള്ളതാണ്. ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് തലസ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേരും ഈ ഒരു മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അല്പസമയങ്ങൾക്കകം തന്നെ KPCC ആസ്ഥാനത്തേക്ക് ഈ ഒരു മാർച്ച് എത്തിച്ചേരുകയും ചെയ്യും. BJP പ്രവർത്തകർ അടക്കം നിരവധി പേർ ഈ ഒരു മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം, അതായത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് തന്നെ കോൺഗ്രസിന്റെ ആസ്ഥാനം തന്നെ ലക്ഷ്യമാക്കിയുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് BJPയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഭാരതത്തെ അപമാനിക്കുന്ന നീക്കത്തിൽ പ്രതിഷേധ കടലിരുമ്പം തലസ്ഥാനത്ത് അതിശക്തമായ പ്രതിഷേധ കടൽ തീർക്കുകയാണ്. BJP KPCC ഓഫീസിലേക്ക് BJPയുടെ മാർച്ച് തുടങ്ങിക്കഴിഞ്ഞു. സംസ്ഥാന നേതാക്കൾ മാർച്ചിൽ പങ്കെടുക്കുകയാണ്. രാജ്യത്ത് അരാജകത്വം ലക്ഷ്യമിട്ടാണ് ഡൽഹിയിൽ കലാപ നീക്കം നടത്തിയത് കോൺഗ്രസ്. അല്ലെങ്കിൽ CJPക്ക് പൂർണ്ണ പിന്തുണയുമായി ഓടിയെത്തുകയായിരുന്നു മാളത്തിൽ ഒളിച്ച രാഹുൽ. അതിനെതിരെയാണ് ഇപ്പോൾ BJPയുടെ പ്രതിഷേധ കടൽ തീർക്കുന്നത്. ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കോൺഗ്രസ് നടത്തിയ കലാപ നീക്കത്തിൽ KPCC ഓഫീസിലേക്ക് BJP നടത്തുന്ന മാർച്ച് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തലസ്ഥാനത്ത് മാനവീയം വീഥിയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ലക്ഷ്യം വയ്ക്കുന്നത് KPCC ഓഫീസാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. തിരുവനന്തപുരം മേയർ VV രാജേഷ്, ഒപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ GS ആശാനാഥ്, ഒപ്പം MLA രാജീവ് ചന്ദ്രശേഖർ, V മുരളീധരൻ MLA എന്നിവരെല്ലാം തന്നെ മാർച്ചിൽ പങ്കെടുക്കുന്നു. സ്ത്രീകളടക്കമുള്ള നിരവധി പ്രവർത്തകർ ആ മാർച്ചിൽ പങ്കാളികളാവുകയാണ്. ഡൽഹിയിലെ കലാപ നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് KPCC ഓഫീസിലേക്ക് BJPയുടെ മാർച്ച് പുരോഗമിക്കുന്നത്. തത്സമയം ഭാരതത്തെ ഒറ്റിക്കൊടുത്ത ആനന്ദ്
ആനന്ദേ ആനന്ദ നീ എന്താ നീ മാത്രം മതിയാ അധികാരത്തിൽ മത്തുപിടിച്ച് എസിക്കാരിൽ പാഞ്ഞു നടന്ന് ആനന്ദേ ഡൽഹിയിലെ കലാപ നീക്കത്തിൽ അതിശക്തമായ പ്രതിഷേധ കടലിരമ്പം. തലസ്ഥാനത്ത് KPCC ഓഫീസിലേക്കാണ് BJPയുടെ പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമം, അവർ കൂട്ടുപിടിച്ചത് രാജ്യവിരുദ്ധ ശക്തികളെയാണ് എന്ന ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് BJPയുടെ പ്രതിഷേധ മാർച്ച്. പാർട്ടികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് വിദേശത്ത് നിന്ന് പറന്നെത്തുകയായിരുന്നു രാഹുൽ. മാളത്തിൽ ഒളിച്ച രാഹുൽ ഇന്നലെ പറന്നെത്തി. എന്തിനു വേണ്ടിയിട്ട്? ആ ചോദ്യം തന്നെയാണ് BJP ഉന്നയിക്കുന്നത്. എന്തിനേറെ പറയുന്നു, വയനാട്ടിൽ ഒരു ദുരന്തമുണ്ടായപ്പോൾ തിരിഞ്ഞു നോക്കാത്ത പ്രിയങ്കയടക്കം അവിടെ എത്തി. ഇതെല്ലാം തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട് പൊതുസമൂഹം. രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യമായിരുന്നു പാറ്റ പാർട്ടിക്ക് കൂട്ടുനിന്ന കോൺഗ്രസിന്. ഈ ഒരു വിഷയം ചൂണ്ടിക്കാട്ടി തന്നെയാണ് KPCC ഓഫീസിലേക്ക് BJPയുടെ മാർച്ച് നടക്കുന്നത്. MS വീണ ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. വീണ, രാജ്യത്ത് തന്നെ അരാജകത്വം സൃഷ്ടിക്കാനുള്ള പാറ്റ പാർട്ടിയുടെ ശ്രമത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു രാഹുൽ. കോൺഗ്രസിന്റെ ഗൂഢനീക്കങ്ങൾ അതിന് പിന്നിലുണ്ടായിരുന്നു. എന്തായിരുന്നു ഈ പാറ്റ പാർട്ടിയുടെ ഫണ്ടിംഗ്? ഇതെല്ലാം തന്നെ ചോദ്യചിഹ്നമായി നമുക്ക് മുന്നിലുണ്ട്. ഇതിനിടയിലാണ് ഏതോ ഒരു മാളത്തിൽ ഒളിച്ചിരുന്ന രാഹുൽ വളരെ വേഗം രാജ്യതലസ്ഥാനത്ത് പ്രത്യക്ഷപ്പെടുന്നതും പാറ്റ പാർട്ടി പ്രവർത്തകർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നതും അവിടെ ചില ഷോ ഓഫ് നടത്തുന്നതും. എന്തായാലും ഡൽഹിയിലെ കലാപ നീക്കത്തിലാണ് തലസ്ഥാനത്ത് പ്രതിഷേധ കടൽ ഇരമ്പുന്നത്. ഇപ്പോൾ പ്രതിഷേധ മാർച്ച് എവിടെ വരെ എത്തി? KPCC ഓഫീസിലേക്ക് പ്രതിഷേധ കടൽ ഇരമ്പുമ്പോൾ വെള്ളയമ്പലം ജംഗ്ഷൻ പിന്നിട്ട് ഇപ്പോൾ KPCC ആസ്ഥാനത്തിന് സമീപം തൊട്ട് സമീപം എത്തിയിരിക്കുകയാണ്. മാളത്തിൽ ഒളിച്ചിരുന്ന, വിദേശത്ത് ഒളിച്ചിരുന്ന രാഹുൽ ഗാന്ധി എന്തിനാണ് ഈ ഒരു CJPക്ക് വേണ്ടി, പാറ്റ പാർട്ടിക്ക് വേണ്ടി പിന്തുണ നൽകിയത്? ഇതിന് പിന്നിലുള്ള ലക്ഷ്യമെന്ത്? ഭാരതത്തിൽ അരാജകത്വം സൃഷ്ടിക്കുന്നതിനുള്ള കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ അത് അവസാനിപ്പിക്കുക എന്നുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധ സ്വരങ്ങൾ ഉയർത്തി തന്നെയാണ് പ്രതിഷേധ കടലിരമ്പിക്കൊണ്ട് BJP കോൺഗ്രസിന്റെ ആസ്ഥാനമായ, സംസ്ഥാനത്തെ ആസ്ഥാനമായ ഇന്ദിരാഭവനിലേക്ക് ഈ ഒരു മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. മാർച്ച് ഇപ്പോൾ അല്പസമയങ്ങൾക്കകം തന്നെ KPCCയുടെ മുന്നിലേക്ക് എത്തുമെന്നുള്ളതാണ്. പോലീസ് അവിടെ മാർച്ച് തടയുന്നതിനായി ബാരിക്കേഡുകൾ നിരത്തി വച്ചിരിക്കുകയാണ്. പ്രവർത്തകരെ തടയുന്നതിനായി ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട്, മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് അവർ ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് അറിയിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ നേതൃത്വം നൽകുന്ന മാർച്ചിൽ മുതിർന്ന നേതാക്കളടക്കം പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. രാഹുലിന്റെ കോലം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് BJPയുടെ ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി പറയുവാൻ കോൺഗ്രസിനാകുന്നില്ല എന്നുള്ളതാണ്. രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കുന്നതിനും കലാപ നീക്കം നടത്തുന്നതിനും എന്തിന്റെ പേരിലാണ് ഇത്തരത്തിലുള്ളൊരു നീക്കം നടത്തിയതെന്നുള്ളതാണ്. ആ ചോദ്യത്തിനാണ് കോൺഗ്രസിന് ഉത്തരമില്ലാതിരിക്കുന്നത്. പല സമകാലിക വിഷയങ്ങളിലും MPമാരടക്കം ഇടപെടേണ്ട ഇടത്ത് ഇടപെടാതിരുന്ന രാഹുൽ ഈ വിഷയത്തിൽ മാത്രം എന്തിന് തലയിട്ടു? കോൺഗ്രസ് എന്തിനാണ് ഈ ഒരു വിഷയത്തിൽ മാത്രം അമിത പ്രാധാന്യം നൽകിയും ജനാധിപത്യ വ്യവസ്ഥിതിയെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് നീക്കങ്ങൾ നടത്തുന്നതെന്നുള്ളൊരു ചോദ്യങ്ങൾ കൂടിയാണ് വരുന്നത്. ആ ചോദ്യത്തിനാണ് കൃത്യമായ മറുപടി കോൺഗ്രസിനില്ലാത്ത ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് BJPയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം, ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇന്ദിരാഭവൻ ആസ്ഥാനത്തേക്ക് എത്തുമെന്നുള്ളതാണ്. ഇന്ദിരാഭവൻ ആസ്ഥാനത്ത് 100 മീറ്റർ മുന്നിലായിട്ടാണ് ഇപ്പോൾ ബാരിക്കേഡ് വച്ചിരിക്കുന്നത്. ഓഫീസിന് സമീപത്ത് നിന്ന് ശാലിനി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശാലിനി, നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം.
നിരവധി പ്രവർത്തകർ, സ്ത്രീകൾ അടക്കമുള്ള പ്രവർത്തകർ ആ മാർച്ചിൽ പങ്കാളികളാകുന്നുണ്ട്. കാരണം രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കുക അല്ലെങ്കിൽ രാജ്യത്ത് തന്നെ ഒരു കലാപ നീക്കത്തിനാണ് പാറ്റ പാർട്ടി ശ്രമിച്ചത്. ആ പാറ്റ പാർട്ടിക്ക് പിന്തുണ നൽകാൻ മുന്നിലുണ്ടായിരുന്നത് കോൺഗ്രസ് ആണ്, രാഹുലാണ്. രാഹുലിന്റെ കോലുമേന്തിയാണ് BJP പ്രവർത്തകർ പ്രതിഷേധ കടലിരമ്പം തീർക്കുന്നത്. എന്താണ് അവിടെ ആ BJPയുടെ പ്രതിഷേധം? KPCC ഓഫീസിന് സമീപത്തേക്ക് എത്തിയിട്ടുണ്ടോ? നല്ല വായ്പാണ്. തീർച്ചയായും രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യത്തുടനീളം ഒരു അരാജകത്വം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് നീക്കത്തിനെതിരെയാണ് BJP NDAയുടെ നേതൃത്വത്തിൽ ഇപ്പത്തിൽ ശക്തമായൊരു സമരം, പ്രതിഷേധം ഇപ്പോൾ KPCC ആസ്ഥാനത്തിന് സമീപത്തേക്ക് എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന അക്രമ സംഭവങ്ങൾ പാറ്റ പാർട്ടിയുടെ പേര് പിടിച്ചുകൊണ്ട്, കോൺഗ്രസ് പാർട്ടിയുടെ പേരിലൂന്നിക്കൊണ്ട് സംസ്ഥാനത്ത് മാത്രമല്ല സംസ്ഥാനത്തിന് പുറത്ത്, അതായത് രാജ്യ തലസ്ഥാനത്തടക്കം അഴിച്ചുവിട്ടിട്ടുള്ള അക്രമ സംഭവങ്ങൾ ഇത് കോൺഗ്രസ് കൃത്യമായ ഗൂഢാലോചനയുടെ പ്ലാൻ ചെയ്തതാണ് എന്ന് ഉയർത്തി കാട്ടിക്കൊണ്ടാണ് BJP ഇത്തരത്തിലൊരു പ്രതിഷേധ സമരം നടത്തുന്നത്. BJPയുടെ സംസ്ഥാന നേതാക്കന്മാരെല്ലാം ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ട്. വിവിധ ജില്ലാ അധ്യക്ഷന്മാർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ട്. ഇപ്പോൾ പ്രതിഷേധ മാർച്ച് KPCC ആസ്ഥാനത്തിന് സമീപത്ത് എത്തിയിരിക്കുകയാണ്. പ്രതിഷേധ മാർച്ച് ഡബിൾ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് ഇവിടെ തടഞ്ഞിരിക്കുകയാണ്. ഒരു പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഒരു സമാധാന അന്തരീക്ഷത്തിൽ തന്നെയാണ് ഈ മാർച്ച് ഇപ്പോൾ കടന്നുപോയിട്ടുള്ളത്. കാരണം അത്രയധികം ആളുകളുണ്ട്, പ്രവർത്തകരുണ്ട്, സംസ്ഥാന ജില്ലാ നേതാക്കന്മാർ BJPയുടെ ഉണ്ട്, യുവമോർച്ച ഉൾപ്പെടെ ABVP ഉൾപ്പെടെയുള്ളവരുടെ പ്രവർത്തകരുണ്ട്, വിവിധ മോർച്ച പ്രവർത്തകരടക്കമുള്ളവർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിശക്തമായ പ്രതിഷേധം രാജ്യ തലസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ വസതി, ഔദ്യോഗിക വസതിക്ക് സമീപത്ത് സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചു പോകുന്ന ഒരു വസതിക്ക് മുൻപിൽ ആ മാനദണ്ഡങ്ങൾ എല്ലാം ലംഘിച്ചുകൊണ്ട് പാർട്ടി നടത്തിയ അഴിഞ്ഞാട്ടം, ആ അഴിഞ്ഞാട്ടത്തിന് എല്ലാ രീതിയിലുമുള്ള പിന്തുണ നൽകിയത് കോൺഗ്രസ് പാർട്ടിയാണ്. കഴിഞ്ഞ ഏകദേശം ഒരു മാസത്തിലധികമായി പല സംഭവ വികാസങ്ങൾ രാജ്യത്തുണ്ടായിട്ടും സംസ്ഥാനത്തുണ്ടായിട്ടും ഒരു വാക്കുപോലും പ്രതികരിക്കാതെ രാജ്യത്തിന് പുറത്ത് ഉല്ലസിച്ച് നടന്നിരുന്ന, രാജ്യത്തിന് തന്നെ പ്രധാനമന്ത്രിയാകാൻ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ നേതാവെന്ന് അവകാശപ്പെടുന്ന ഈ ഒരു വിഷയം വന്നപ്പോൾ മാത്രം എന്തുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടു? ആ സമരത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ഒരു അക്രമ രീതിയിലേക്ക് സമരം അഴിച്ചുവിട്ടു എന്നതടക്കമുള്ള കാര്യങ്ങൾ സംശയാസ്പദമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് BJP നടത്തുന്നത്. കോൺഗ്രസിന്റെ ഏറ്റവും ശക്തമായ ആസ്ഥാനം ഇന്ദിരാഭവൻ, KPCC എന്നറിയപ്പെടുന്ന ഇങ്ങോട്ടേക്ക് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് നടത്തുന്നത് അപൂർവങ്ങളിൽ അപൂർവമായൊരു സംഭവമായി തന്നെ കാണേണ്ടിയിരിക്കുന്നു. ഇന്നലെ ഈ സംഭവങ്ങളൊക്കെ നടന്നത് പിന്നാലെ KPCC ആസ്ഥാനത്ത് നിന്നും പ്രതിനിധികൾ, കോൺഗ്രസിന്റെ MLAമാർ, മന്ത്രിമാർ അടക്കമുള്ളവർ സെക്രട്ടേറിയറ്റിലേക്കൊക്കെ പ്രതിഷേധ സമരം നടത്തുകയും പ്രധാനമന്ത്രി അടക്കമുള്ളവരെ അതിരൂക്ഷമായി വിമർശിക്കുകയും ആക്രോശിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അതിലടക്കം മറുപടി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് എത്തിയിട്ടുള്ളത്. BJP പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡ് മറികടന്ന് KPCC ആസ്ഥാനത്തേക്ക് പോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. വലിയ ഒരു ജനക്കൂട്ടം, വിവിധ കൗൺസിലർമാർ, ഒപ്പം തന്നെ ജില്ലയ്ക്ക് അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള പ്രവർത്തകരടക്കമുള്ളവർ ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ട്. പ്രതിഷേധ മാർച്ച് അല്പസമയത്തിനകം BJPയുടെ സംസ്ഥാന അധ്യക്ഷനും നേമം MLAയുമായ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും. ആ ഉദ്ഘാടനത്തിന് മുൻപ് അവർ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഇവരെ തടഞ്ഞതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള അവരുടെ അമർഷം BJP പ്രവർത്തകർ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. KPCC ഓഫീസിന് സമീപത്ത് ബാരിക്കേഡ് വെച്ച് BJP പ്രവർത്തകരെ, BJP സംസ്ഥാന നേതാക്കളെ തടയുകയാണ് പോലീസ്. KPCC ഓഫീസ് ലക്ഷ്യമിട്ടായിരുന്നു BJPയുടെ മാർച്ച്. അതിശക്തമായ പ്രതിഷേധ കടലിരമ്പമാണ് തലസ്ഥാനത്ത്. BJP പ്രവർത്തകരെ ബാരിക്കേഡ് വെച്ച് തടയുന്നു. അതിശക്തമായ പ്രതിരോധം തീർക്കുകയാണ് BJP. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ. ഒരിക്കൽ കൂടി ശാലിനിയിലേക്ക് പോകുന്നു. ശാലിനി, KPCC ഓഫീസിന് സമീപത്ത് ബാരിക്കേഡ് ഉപയോഗിച്ച് തടയുകയാണ് BJP മാർച്ച്. പക്ഷേ BJP പ്രവർത്തകർ പിന്നോട്ടില്ല. അതിശക്തമായ പ്രതിരോധം തീർക്കുകയാണ് അവർ.